അങ്ങനെ പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. ഓഡിറ്റോറിയത്തിലെ വിശേഷം പറയാനാണെങ്കിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ നേരത്തെ വരാമെന്ന് കരുതിയതാണ്, പക്ഷേ എത്താൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബ്രൈഡ്. ഇത് എൻ്റെ വാപ്പിയുടെ ബ്രദറിൻ്റെ മോളാണ്. ഇവിടെ ഞാൻ നല്ല കൂട്ടാണ്. ഞങ്ങൾ വാപ്പിയുടെ ഫാമിലിയിലെ ഏത് ഫംഗ്ഷന് വന്നാലും ഇവളുണ്ടെങ്കിൽ ഞാൻ വരുള്ളൂ, ഞാനുണ്ടെങ്കിൽ ഇവളും വരുള്ളൂ. അങ്ങനെയായിരുന്നു ഞങ്ങൾ. പിന്നെ ഈ നിൽക്കുന്നതൊക്കെ എൻ്റെ ബ്രദേഴ്സായിട്ട്. എൻ്റെ സ്വന്തം ബ്രദർ ആ ബ്ലാക്ക് ഷർട്ടാണ്. ബാക്കിയൊക്കെ എൻ്റെ വാപ്പിയുടെ അനിയന്മാരുടെ മക്കളാണ്. എൻ്റെ കല്യാണത്തിനാണെങ്കിലും ഇവള് നല്ല രീതിയിൽ ഒറ്റപ്പെട്ടു പോയ നിമിഷമായിരുന്നു. കാരണം നല്ല കരച്ചിലായിരുന്നു ഇവള്. അതേപോലെ ആയിരുന്നു ഇവളുടെ എൻഗേജ്മെൻ്റ് ആയപ്പോൾ എനിക്കും ഭയങ്കര വിഷമമായി പോയി. കാരണം ഞങ്ങൾ രണ്ടും അങ്ങനെയല്ലായിരുന്നു. കുഞ്ഞിലേ തൊട്ട് നല്ല അടിപൊളിയായിട്ട് പോയതായിരുന്നു. അപ്പോൾ മാരേജ് കഴിയുമ്പോൾ രണ്ടും രണ്ട് സ്ഥലമാവുമല്ലോ. അങ്ങനെ ലാനിമയാണെങ്കിൽ ഇവിടെ ആരുടെ പോണില്ലായിരുന്നു. എത്ര പേര് വന്ന് വിളിച്ചിട്ടും ആരുടെ പോണില്ല, നമ്മുടെ അടുത്ത് തന്നെ നിൽക്കായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എത്ര നാളായിട്ട് ഞാൻ ഈ കല്യാണ ബിരിയാണി കൊതിക്കാമെന്നറിയോ. കാരണം എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ ആലപ്പുഴയിലെ കല്യാണം കൂടിയിട്ടില്ല. വിളിക്കുന്നുണ്ട്, പക്ഷേ ഓരോ പ്രതിസന്ധി മൂലം ഞങ്ങൾക്ക് വരാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ കല്യാണ ബിരിയാണി ഒരു ഹോട്ടലിലും കിട്ടത്തില്ല കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു. ഹായ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെയാണ് എൻ്റെ അടുത്ത് അവളില്ലാത്തതിൻ്റെ നല്ല വിഷമമുണ്ട്. കാരണം എൻ്റെ കൂടെ ഗോസി പഠിക്കാൻ ആളില്ല. അവളാണ് ആ സ്റ്റേജിൽ നിൽക്കുന്നത്. ഞങ്ങൾ ഏത് കല്യാണത്തിന് പോയാലും ആരെങ്കിലുമൊക്കെ കമൻറ്റ് അടിച്ച് ഒക്കെ ഞങ്ങൾ ചിരിച്ചും കളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത്. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, സ്ട്രോബെറിയും വാനിലയും ഉണ്ടായിരുന്നു. ഞങ്ങൾ മിക്സ് ചെയ്താണ് കേട്ടോ മേടിച്ചത്. പിന്നെ ഈ ഒരു ചൂട് സമയത്ത് ഐസ്ക്രീം കഴിക്കുമ്പോൾ എന്തോ നല്ലൊരു ആശ്വാസമായിരുന്നു. പിന്നെയാണെങ്കിൽ അനിമാക്കും കുറച്ച് ഐസ്ക്രീം മേടിച്ച് കൊടുത്തപ്പോൾ ആവും അതും ചൂടെടുത്ത് ആകെ ടയർഡായിട്ട് എനിക്കാണ്. കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഐസ്ക്രീം ഒക്കെ മേടിച്ച് കൊടുത്ത് ആളെ സെറ്റാക്കി നിർത്തി. എന്നിട്ടും പറ്റുന്നില്ല, പുറത്തുനിന്നിട്ട് ഒട്ടും സഹിക്കാൻ പറ്റാണ്ട് ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ AC ഇട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. കുറേ നേരം അവിടെ ഇരുന്നു. കാരണം കുറച്ച് കൂളിങ് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. പുറത്തൊരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ നേരെ അവളുടെ അടുത്തോട്ട് പോയി കുറച്ച് ഫോട്ടോ എടുത്തിട്ട് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വരുന്നത്. കാരണം എനിക്ക് ഡ്യൂട്ടിയൊക്കെ ഉള്ളത് കാരണം എനിക്ക് അതിന് ഇടക്കിടക്കൊന്നും വരാൻ പറ്റില്ല. അപ്പം അവളെ ഒരുക്കിയ കാര്യവും ഒക്കെ അവൾ എൻ്റെ അടുത്ത് പറയാൻ ചിരിയും. ഞങ്ങൾ എവിടെ നിന്നാലും ഭയങ്കര ചിരിയാണ്. എന്ത് കണ്ടാലും മതി, ചെറിയൊരു കാര്യം മതി, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നോക്കി. പക്ഷേ ഞങ്ങളുടെ സ്റ്റോറീസൊക്കെ പറഞ്ഞാണ് ചിരിക്കുന്നത്. പക്ഷേ കാണുന്നവരുടെ വിചാരം എന്താ, അവരെ കളിയാക്കി ചിരിക്കുകയാണെന്നാണ് അവരുടെ വിചാരം. പിന്നെ ഇവളുടെ ചെക്കനാണെങ്കിൽ ഗൾഫിലാണ്. അപ്പോൾ ആലപ്പുഴയിൽ എൻഗേജ്മെൻറ്റിനൊന്നും അങ്ങനെ ചെക്കൻ വരാറില്ല. പിന്നെ അവളുടെ കല്യാണമാണെങ്കിലും 1 ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ റെഡി ആയിട്ടൊന്നും നല്ലൊരു ഫോട്ടോസ് പോലും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പെട്ടെന്ന് ധൃതി പിടിച്ച് വരുന്നതായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു. പിന്നെയാണെങ്കിൽ ഈ ചൂട് കാരണം എങ്ങനെയും വീട്ടിൽ പോയി ഫാൻ്റെ അടിയിൽ കിടന്നാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറപ്പിക്കാണെങ്കിൽ പുറത്തിറങ്ങാണ്ട് കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാട്ടെ ഐ സിയും കൊണ്ട്. പിന്നെ ലാനിമാക്കാണെങ്കിൽ ഐസ്ക്രീം കൈ വെച്ച് കൊടുത്തത് കാരണം അത്ര അലമ്പൊന്നും ഇല്ലായിരുന്നു. അതും കഴിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ ഇളയ കൊച്ചാണ്. അപ്പോൾ പാപ്പിക്ക് 5 അനിയന്മാരാണ് ഉള്ളത്. അതിൽ 4ാമത്തെ അനിയനാണ് ആ പോയത്. പിന്നെ ഇത് കണ്ട, ഇത് 3ാമത്തെ അനിയൻ. ഞങ്ങൾ ആച്ചിയെന്നാണ് വിളിക്കാറുള്ളത്. പാപ്പിയുടെ തൊട്ട് താഴത്തെ അനിയൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആണ് ഇന്ന് നടന്നത്. എൻ്റെയൊക്കെ ആണെങ്കിൽ ഞാൻ നടക്കുന്ന സ്ഥലത്തൊക്കെ ക്യാമറയും കൊണ്ട് വരുന്നത് കൊണ്ട് കുറേ വീഡിയോ ക്ലിപ്പുകൾ എൻ്റെ ഗാലറിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് ഒട്ടും വയ്യാനിട്ട് ഞാൻ ബാക്കിൽ പോയി പച്ചവെള്ളം മേടിച്ച് കുടിച്ചതാണ്. എൻ്റെ പിന്നെ എന്താ ചൂടാണ് കേട്ടോ. നല്ല ദാഹം ഉണ്ടായിട്ട് കിടക്കും.